നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇമ്മ്യൂണോ ബൂസ്റ്റിംഗ് ഡ്രിങ്ക്സ് അതല്ലെങ്കിൽ പ്രതിരോധശേഷി കൂട്ടാനുള്ള പാനീയങ്ങളെ പറ്റിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു. എടാ, ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടു, അതിലൊരു ഡ്രിങ്ക് വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നതിനെ പറ്റി എന്താ നിൻ്റെ അഭിപ്രായം? അത് കുടിച്ചു കഴിഞ്ഞാൽ പ്രതിരോധം കൂടും, ഈ കൊറോണ ഒക്കെ വരാതിരിക്കാനുള്ള വളരെയധികം നല്ലതാണെന്നാണ് അത് പറയുന്നത്, ഞാനത് കഴിക്കാമോ എന്ന് ചോദിച്ചാണ് എനിക്ക് കോൾ വന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ എല്ലാം ഞാൻ നോക്കി, അതിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ എന്താണെന്ന് അവനെ വ്യക്തമായി ഞാൻ അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇമ്മ്യൂണോ ബൂസ്റ്റിംഗ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ധാരാളം സാധനങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേ അതെല്ലാം ശരിക്കും നമ്മൾ പ്രതിരോധം കൂട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഇമ്മ്യൂണിറ്റീനെ കൂട്ടാൻ വേണ്ടി ധാരാളം സാധനങ്ങൾ പ്രകൃതിയായിട്ട് തന്നെ നൽകുന്നുണ്ട്. നെല്ലിക്ക, വൈറ്റമിൻ സി, മഞ്ഞൾ, ഇതെല്ലാമാണ് നമ്മുടെ പ്രകൃതിയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ഇമ്മ്യൂണോ ബൂസ്റ്റിംഗ് ഏജൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഈ കണ്ടൻറ്റ് തന്നെ ധാരാളം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നോർമൽ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ആവും. ഇതിനൊരു സ്പെഷ്യലായിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നോ എന്നാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ള ഉത്തരം. കാരണം അങ്ങനെ ഒരു ഡ്രിങ്ക് നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ടുള്ള ഡ്രിങ്കുകൾ പലതും അതിൽ പല പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെല്ലാം നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ, അല്ല മെഡിക്കൽ സയൻസിൻ്റെ എവിഡൻസസ് എല്ലാം പറയുന്നത്, പ്രകൃതിദത്തമായ ഇമ്മ്യൂണി ബൂസ്റ്റിംഗ് ഏജൻറ്റ്സ്, അതായത് നെല്ലിക്ക ജ്യൂസ് അങ്ങനത്തെ പാനീയങ്ങൾ കുടിക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ്, ലെമൺ ജ്യൂസ്, ഇതെല്ലാം ഞാൻ നേരത്തെ വൈറ്റമിൻ സിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. വൈറ്റമിൻ സി ആണ് നമ്മുടെ പ്രതിരോധം കൂട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജൻറ്റ്. ആ വൈറ്റമിൻ സി കണ്ടൻറ്റ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻവോൾവ് ചെയ്യുക. അത് കൂട്ടുമ്പോൾ തന്നെ നോർമലി നമ്മുടെ പ്രതിരോധശേഷി കൂടും. ഇതുപോലെ തന്നെയാണ് പണ്ട് കാലങ്ങൾ നിങ്ങൾക്ക് ഓർക്കാം, നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ധാരാളം ഓറഞ്ചുകൾ, ആപ്പിളുകളൊക്കെ കൊണ്ടുതരും. എന്താണ് നമ്മൾ ആപ്പിൾ, ഓറഞ്ചൊക്കെ കൊണ്ടുതരുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതിലാണ് ധാരാളമായ വൈറ്റമിൻ സി കണ്ടൻറ്റുകളുണ്ട്. അത് കഴിക്കുമ്പോൾ നമ്മുടെ രോഗം പെട്ടെന്ന് സുഖമായി നമ്മൾ ആശുപത്രി വിടാനുള്ള വേഗത കൂടും. അതുകൊണ്ടാണ് പണ്ട് കാലം തൊട്ട് തന്നെ ഈ ഓറഞ്ചും അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് തരുന്നത്. അപ്പോൾ പ്രതിരോധശേഷിയുള്ള പാനീയങ്ങൾ കുടിക്കാമോ, നിങ്ങൾ തന്നെത്താൻ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് കുടിക്കുക. നെല്ലിക്ക ജ്യൂസായോ അല്ല ലെമൺ ജ്യൂസായോ അല്ല ഓറഞ്ച് ജ്യൂസായോ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കുടിക്കുക. ഇനി മഞ്ഞളിൻ്റെ കാര്യം എടുക്കാം. മഞ്ഞൾ ഇപ്പോൾ നമുക്ക് പലപ്പോഴും അവൈലബിൾ, നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള മഞ്ഞൾ പൊടികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പലപ്പോഴും നമുക്ക് നല്ല മഞ്ഞൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് മഞ്ഞൾപ്പൊടി കഴിക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം നമുക്കതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്നും നമുക്കതിൻ്റെ അറിയില്ല. അപ്പോൾ അതിൽ എത്രത്തോളം പ്രതിരോധശേഷി ഉണ്ട്, അത് പാക്കറ്റിൽ വരുമ്പോൾ അതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ അതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. ഇനി അതല്ല, നമ്മൾക്കത് കുടിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നെല്ലിക്ക ജ്യൂസും ഓറഞ്ച് ജ്യൂസും ധാരാളം കുടിക്കുക. അതിലുള്ള വൈറ്റമിൻ സി തന്നെ നിങ്ങളുടെ പ്രതിരോധം ഇമ്പ്രൂവ് ചെയ്യും. താങ്ക് യു.